അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതുപോലെ മറ്റൊരു സമയം നബി തങ്ങൾ ദുആ ചെയ്തു. ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. ചരൽക്കല്ലുകൾ മാത്രമുള്ള ഒരു പ്രദേശമെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ തൂനി ബി വളു, വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരിക. നബി തങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ആ വെള്ളം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ വുളു എടുത്തു, മുത്ത റസൂൽ നമസ്കരിച്ചു. എന്നിട്ട് ആരംഭ റസൂൽ 2 കരമുയർത്തിയിട്ട് ഒരു ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹീമ കാന അബ്ദുക വ ഖലീലുക. അല്ലാഹുവേ, ഇബ്രാഹിം നബി നിന്റെ ഖലീലാണ്, നിന്റെ അടിമയാണ്. അതുകൊണ്ട് അല്ലാഹ് വദആലി അഹ്ലി മക്ക ബിൽ ബറക, പടച്ചവനെ ഇബ്രാഹിം നബി മക്കയുടെ ബറക്കത്തിന് വേണ്ടിയാണ് നിന്നോട് ചോദിച്ചതല്ലാഹ്. വ അനാ അബ്ദുക വ റസൂലുക, ഞാൻ നിന്റെ റസൂലാണ്, നിന്റെ അടിമയാണ്, നിന്റെ പ്രവാചകരാണ്. അതുകൊണ്ട് പടച്ചവനെ, അതേകലി അഹ്ലിൽ മദീന ബിസ്ലൈമാ ബാറക്ത ലി അഹ്ലി മക്ക, മക്കക്ക് നീ ചെയ്തു കൊടുത്തതിന്റെ ഇരട്ടി ബറക്കത്ത് ഞാൻ മദീനക്ക് വേണ്ടി നിന്നോട് ചോദിക്കുകയാണ്. നീ മക്കക്ക് വേണ്ടി ചെയ്തു കൊടുത്തതിന്റെ ഇരട്ടി പ്രതിഫലവും ഇരട്ടി റഹ്മത്തും ഇരട്ടി ബറക്കത്തും ഞാൻ മദീനത്തിന് വേണ്ടി ചോദിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. എത്ര കഷ്ടപ്പാടുകൾ അവിടെ അനുഭവിച്ചെന്നറിയോ? ഇന്ന് നിങ്ങൾ പോകുമ്പോൾ വിശാല വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുന്ന തൂണുകളുടെ അകമ്പടിയുള്ള, അറിയാതെ ഉയർന്നു പോകുന്ന, സമയമാകുമ്പോൾ താഴ്ന്നു പോകുന്ന മസ്ജിദുൻ നബവിയുടെ മനോഹരമായ കുടകൾ, അതൊന്നുമില്ലാത്ത ഒരു മസ്ജിദുൻ നബവി ഉണ്ടായിരുന്നു. മദീനത്ത് പോകുമ്പോൾ ചില ബുക്ക് സ്റ്റാളുകളിൽ പഴയകാലത്തെ മസ്ജിദുൻ നബവിയുടെ ഫോട്ടോ കിട്ടും. ഒന്നാമത്തെ കല്ലിട്ടതാരാ? എന്തുകൊണ്ടാണ് സയ്യിദന്മാരെ വീട്ടിൽ കല്ലിടാൻ വിളിക്കുന്നത്? ചില ആളുകൾ പറയും, ഞാൻ ലീഗുകാരനല്ലാത്തത് കൊണ്ട് ഞാൻ പാണക്കാട് തങ്ങന്മാരെ എന്റെ വീടിന്റെ ഒരു കാര്യത്തിനും വിളിക്കലില്ല. പാണക്കാട് തങ്ങന്മാർ ലീഗുകാരായതുകൊണ്ട് എന്താണ് കേരളം സ്നേഹിക്കുന്നത് എന്ന് പറയുന്നത് ആനമണ്ടത്തരമാണ്. അഹ്ലുൽ ബൈത്തിന്റെ പേരിലാണ് ആ സ്നേഹം, അല്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ സ്നേഹം അവർക്ക് കൊടുത്താൽ അള്ളാന്റെ കോടതിയിൽ ഒന്നും കിട്ടില്ല. അത് രാഷ്ട്രീയത്തിലല്ലേ കിട്ടുള്ളൂ. ആ സ്നേഹം അവർക്ക് കൊടുക്കേണ്ടത് അഹ്ലുൽ ബൈത്തിന്റെ ഒരു പരിഗണന വെച്ചിട്ടാണ്. സർവ്വ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കേണ്ടത് തങ്ങന്മാരാണ്, അല്ലേ? അതിപ്പോ അള്ളാഹു സമസ്തയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു ഭാഗ്യം അതല്ലേ? എല്ലാ സ്ഥാപനത്തിലും ഹൈദരലി തങ്ങള്, സോദിക്കലി തങ്ങള്, ഹമീദലി തങ്ങള്, അൽഹംദുലില്ലാഹ് SKSSFന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ അള്ളാഹു കരുത്തുറ്റ നേതൃത്വമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വ അരാജകത്വത്തിനുമെതിരെ നിരക്ക് മുന്നിൽ നിരന്ന് നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കാൻ പാണക്കാട് കുടുംബത്തിലെ ആ ബഹുമാന്യ വ്യക്തിത്വത്തിന് അല്ലാഹു തൗഫീഖും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങന്മാരാണ് തുടക്കം കുറിക്കേണ്ടത്, അല്ലേ? എന്തൊരു മഹാഭാഗ്യമായിരിക്കും അത്. കാപ്പിൽ ഉമർ ഉസ്താദിനെ കാണാൻ പോയി 3 ദിവസം മുമ്പ്. ഉസ്താദിനെ കണ്ട് സംസാരിച്ചപ്പോ, ഇപ്രാവശ്യം പോയപ്പോ ഉസ്താദ് ഫുൾ കരച്ചിലായിരുന്നു. ഇവിടുത്തെ കൊണ്ടൂർക്കരത്തെ 3-4 യുവ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരുന്നു. അവർക്ക് ആ ഭാഗ്യം കിട്ടി അവിടെ ഒന്ന് കാണാൻ, സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, അസ്ഹരി തങ്ങളെ എന്നാണ് ലാസ്റ്റ് കണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു 2 വർഷമായി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് കരയാണ്. ഉസ്താദുമാര് കരഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. നമുക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദ് നമ്മുടെ മുന്നിൽ എന്തിനു വേണ്ടി കരഞ്ഞാലും സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ ബദർ യുദ്ധത്തിന്റെ തലേ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ ഇനി അങ്ങ് കരയരുത്, എനിക്ക് സഹിക്കാൻ പറ്റൂല, ഇനി അങ്ങ് കരയരുത് നബിയെ എന്ന് പറഞ്ഞത്. ഉസ്താദുമാര് കരയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല, പ്രയാസമാണ്. ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അസ്ഹരി തങ്ങൾ വഫാത്തായപ്പോ നിർബന്ധമായും ഒന്ന് പോയി കാണാം. അത്ര കമ്പനിയായിരുന്നു, അത്ര ബന്ധമായിരുന്നു, വല്ലാത്ത അടുപ്പമായിരുന്നു. ഒന്നുപോയി കാണണമെന്ന് തീരുമാനിച്ചിട്ട് എഴുന്നേക്കാൻ പറ്റിയില്ല, കാലത്രക്ക് വേദനയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കരയാണ്. തങ്ങന്മാരോടുള്ള ബന്ധം നമ്മുടെ പരലോകത്തെ വിജയിപ്പിക്കും. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആരംഭ റസൂലാണ് മസ്ജിദുൻ നബവിയുടെ 1ാമത്തെ കല്ല് വെച്ചത്. 2ാമത്തെ കല്ല് വെച്ചത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. 3ാമത്തെ കല്ല് വെച്ചത് ഉമർ ബിൻ ഖത്താബ്. 4ാമത്തെ കല്ല് വെച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് വരാൻ പോകുന്ന ഭരണകർത്താക്കളുടെ ലിസ്റ്റാണ്. സമസ്തയുടെ ശംസുൽ ഉലമയുടെ ജീവിതകാലത്ത്, സമസ്തയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവസാന സമ്മേളനം നടക്കുമ്പോൾ
സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തിന്റെ കസേരയിൽ ബഹുമാനപ്പെട്ടവരിരുന്നില്ല. നിങ്ങൾക്ക് ആ ഫോട്ടോ നോക്കുമ്പോൾ അറിയാം, നിങ്ങൾക്ക് ആ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും. ആ സ്ഥാനത്തിരുന്നില്ല. എന്നിട്ട് അവിടെ ചെറുശ്ശേരി ഉസ്താദിനെ പിടിച്ചിരുത്തി. ബുദ്ധിയുള്ള സമസ്തയുടെ ആൺമക്കൾക്ക് മനസ്സിലായി, ഇത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അവസാന സമ്മേളനം. ഇനിയുള്ള സമ്മേളനത്തിന് സെക്രട്ടറിയായിട്ട് ഇരുത്തേണ്ടത് ശേരിശേരിയാണ്. അടിയും ബഹളവും ലഹളയും ഇല്ലാത്ത ഒരു ആത്മീയ തെരഞ്ഞെടുപ്പായിരുന്നു. രണ്ടാമത്തെ കല്ല് വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ കല്ല് വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നങ്ങോട്ട് സഹാബികൾ പണി തുടങ്ങി. കഴിവുള്ളവരും ഇല്ലാത്തവരുമായ മുഹാജിറുകളും അൻസാറുകളും ഒക്കെ സുഖമില്ലാതെ കിടക്കുന്നവരെ കല്ല് തലയിൽ ചുമന്നുകൊണ്ടുവരികയാണ്. സുഖമില്ലാതെ കിടക്കുന്നവര് വരെ കല്ലുകൊണ്ടുവരികയാണ്. സഹാബികളാകെ കരഞ്ഞു പോയ രംഗമാണ്. നോക്കുമ്പോഴതാ അല്ലാഹുവിന്റെ റസൂൽ തന്റെ തട്ടമെടുക്കുകയാണ്. എന്നിട്ട് ആ തട്ടത്തെ ഇങ്ങനെ നാലായിട്ട് മടക്കിയെന്ന് ചരിത്രം പറയുന്നു. മുത്തു റസൂലാണ് ചെറുപ്പക്കാരാ, മുത്തു ഹബീബാണ് സംഘാടകര്. മുത്തു ഹബീബ് നാലായിട്ട് ആ തട്ടം മടക്കിയിട്ട് തന്റെ വലത്തെ തോളിൽ വെച്ച് ഒരു കല്ലെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ തോളത്ത് വെച്ച് ചുമന്നുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിന് വേണ്ടി പോകുമ്പോ ആ ചുവരിൽ ചേർന്ന് നിന്നുകൊണ്ട് സെൽഫി എടുക്കാൻ മാത്രം മദീനത്ത് പോകുന്ന മടയന്മാരായിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ പതിക്കാൻ പാടില്ല. അല്ലാഹുവേ കാക്കണേ പടച്ചവനെ. ഒരു കല്ല് തോളത്ത് വെച്ച് മുത്ത് റസൂൽ നടന്നു പോയപ്പോ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മാറിയിരുന്നു കൊണ്ട് കരയുകയാണ്. കൊണ്ടുപോയ കല്ല് തറയിൽ വെച്ചിട്ട് അമ്മാർ ഇബ്നു യാസിർ കരയുകയാണ്. എനിക്ക് സഹിക്കുന്നില്ല നബിയേ, എനിക്ക് സഹിക്കുന്നില്ല നബിയേ, എനിക്ക് സഹിക്കുന്നില്ല നബിയേ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. വന്നിട്ട് രണ്ട് കല്ലെടുത്തിട്ട് രണ്ട് തോളിൽ വെച്ചിട്ട് നടന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാറേ നിന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്താ പോരെ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് കല്ല് ചുമക്കാനുള്ള ആളല്ല നബിയെ, അങ്ങനെ ചുമക്കണ്ട നബിയെ. ആ കല്ലുകൂടി ഞാൻ ചുമന്നുകൊള്ളാം. എന്റെ മുത്തു റസൂൽ എടുക്കേണ്ടുന്ന കല്ലാണ് അമ്മാർ എടുക്കുന്നതെന്ന് ഞാൻ സഹാബത്തിനോട് പറഞ്ഞുകൊള്ളാം. യാ റസൂലല്ലാഹ്, ഇനി ഒരു കല്ലുപോലും അങ്ങ് ചുമക്കല്ല നബിയെ, അങ്ങയുടെ കല്ലുകൂടി ഞാൻ ചുമക്കുകയാണെന്ന് പറഞ്ഞപ്പോ അമ്മാർ ഇബ്നു യാസിറിന്റെ മുതുകിൽ അല്ലാഹുവിന്റെ റസൂൽ കൈകൊണ്ട് തടവുകയാണ്. എന്നിട്ട് പറഞ്ഞു, അമ്മാറേ ഇബ്നു സുമയ്യ, എന്റെ സുമയ്യാടെ പൊന്നുമോനെ. കൈകൊണ്ട് മുതുകിലിങ്ങനെ തടവിയിട്ട് പറയുന്ന ഇബ്നു സുമയ്യ, എന്റെ സുമയ്യാടെ പൊന്നുമോനെ, ലിന്നാസി അജുർനി, കല്ല് ചുമക്കുന്നവർക്ക് ഒരു പ്രതിഫലമാണ്. പക്ഷേ എന്റെ അമ്മാറെ വലക അജ്റാൻ, നിനക്ക് മാത്രം 2 പ്രതിഫലമാണ്. ഈ കല്ല് ചുമക്കുന്നവർക്കൊക്കെ ഒറ്റക്കൂലിയേ ഉള്ളൂ. പക്ഷേ അമ്മാറേ കണ്ണീരുടച്ചുകൊണ്ട് 2 കല്ല് തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന അമ്മാറേ വലക അജ്റാ, നിനക്ക് 2 പ്രതിഫലമാണടാ അമ്മാറേ. എന്നിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു, ഞാനൊരു സന്തോഷ വാർത്ത നിനക്ക് പറഞ്ഞു തരട്ടെയോ. നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ശഹീദുകൾ ശുഹദാക്കളിൽപ്പെട്ടവനാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ച ദിവസമായിരുന്നു അത്. എന്റെ മുത്തു റസൂൽ എനിക്കെല്ലാം തന്നു. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ്. സ്നേഹിക്കുന്നവർക്കറിയാം ചെറുപ്പക്കാരാ, ഇഷ്ടപ്പെടുന്നവർക്കറിയാം പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ്. സലാത്തിന്റെ പവർ എങ്ങനെയാ, മദ്ഹിന്റെ പവർ എങ്ങനെയാ, മദീനയുടെ മഹത്വം എങ്ങനെയാ, ആരംഭ റസൂലിന്റെ പേര് പറയുമ്പോ കിട്ടുന്ന യോഗ്യതയുടെ അളവെങ്ങനെയാണ്. എന്തിനേറെ ആ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതിന് പകരമായിട്ട് എന്റെ കാതിലൂടെ പറഞ്ഞ സമ്മാനങ്ങൾക്ക് എണ്ണാൻ കണക്കില്ലാത്തതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൂടി കണ്ടപ്പോൾ സുഖമില്ലാതെ കല്ലുപറക്കാരെ മാറിയിരുന്ന പോലെ ചില സഹാബികൾ ഞങ്ങൾ ജോലി ചെയ്യാതിരിക്കുന്നത് ശരിയല്ല, സുഖമില്ലാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല, ആരോഗ്യമില്ലാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കല്ല് ചുമന്നു അത്രേ.